ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച ദിവസം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഈ വൃശ്ചിക മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച ദിവസമാണ് ഈ 15-ാം തീയതി ഞായറാഴ്ച ദിവസം. അതായത് വൃശ്ചിക മാസം 30-ാം തീയതിയാണ്. വൃശ്ചിക മാസം 30 വരെ ഉള്ളൂ. അപ്പോൾ സൂര്യൻ വൃശ്ചികൻ രാശി വിട്ട് ധനു രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തുന്നൊരു ദിവസമല്ല. അതുകൊണ്ട് നക്ഷത്രഫലം വിവരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്. അപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ ഇനിയിപ്പോൾ കരകയറാൻ പോകുന്ന ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോൾ സൂര്യൻ അവർക്ക് ഞായറാഴ്ച ദിവസം വരെ അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ നിന്ന് ഇനി ഭാഗ്യഭാവത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റേതായ കുറേ നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ് മേടക്കുറുകാർക്ക്. ഇപ്പം ഞായറാഴ്ച ദിവസം അവർക്ക് കാര്യമായ നേട്ടമോ കാര്യമായ ദോഷമോ ഒന്നുമില്ല. ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളതും മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ അവർക്ക് തൊഴിൽപരമായുള്ള പ്രതിസന്ധി, തൊഴിലിടങ്ങളിൽ നിന്നുള്ള നേട്ടമൊന്നും കാര്യമായില്ല, തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നതുകൊണ്ട് ധനം തികയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ അതിനൊരു അയവ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മേടക്കുറുകാർ മാറുന്നൊരു സമയമാണ് ഞായറാഴ്ച ദിവസം. അപ്പോൾ ഞായറാഴ്ച ദിവസം അങ്ങനെ ഉള്ളൊരു അനുഭവമായിരിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി കഴിയുന്ന സമയം വരെയും അവർക്ക് കേസരി യോഗത്തിൻ്റേതായ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ജന്മഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കേസരി രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് 7 നിൽക്കുന്ന സൂര്യൻ്റേതായ വലിയ ദോഷങ്ങളൊന്നും അവർക്ക് വന്നു ചേരാതെ പോകുമെങ്കിലും ചില കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. എന്നാൽ അത് ഇച്ചിരൂടെ രൂക്ഷമാകാൻ പോകുന്നൊരു സാഹചര്യമാണ് വരുന്നത്. കാരണം ഇനിയിപ്പോൾ അഷ്ടമത്തിലേക്കാണ് സൂര്യൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും, മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലരുടെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗം വരാം, അഭിപ്രായ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും തൊഴിൽപരമായുള്ള നേട്ടവും ദാമ്പത്യ ജീവിത സുഖവും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഒരു സാധാരണ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയും ചെയ്യും. കാരണം 2ലേക്ക് ചന്ദ്രൻ പോകുമ്പോൾ അതിൻ്റെതായ ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഞായറാഴ്ച ദിവസം വലിയ നേട്ടമോ വലിയ ദോഷമോ ഒന്നും വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയം അല്പം മോശമാണെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ ഒരു മാറ്റം വരും. അപ്പോൾ അങ്ങനെ ആ മാറ്റം കൊണ്ട് വലിയ നേട്ടമൊന്നും വന്നു ചേരത്തില്ല. കാരണം ഇവർക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ 7-ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. സൂര്യൻ 6-ൽ നിന്നതുകൊണ്ട് ഇവർ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയൊന്നും അനുഭവിക്കാതെ ധനധാന്യ സമൃദ്ധിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് രോഗമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടബാധകളിൽ നിന്നൊരു ആശ്വാസമൊക്കെ ലഭിച്ചൊരു സാഹചര്യത്തിൽ കൂടി പോകുന്ന സമയമായിരുന്നു. എന്നാൽ സൂര്യൻ ഇപ്പോൾ 7-ാം ഭാവത്തിലേക്ക് വരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം വലിയ നേട്ടമോ വലിയ ദോഷമോ ഒന്നും ഇല്ലെങ്കിൽ പോലും 7ലേക്ക് വരുന്ന സൂര്യൻ ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവും തൊഴിൽ പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. സൂക്ഷിക്കണം. പ്രതിസന്ധിയുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുപോകാൻ ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാസമാണ് ഈ ധനുമാസം എന്നുള്ളത് മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കണം. കാരണം മിഥുനക്കൂറിൻ്റെ അധിപൻ ബുധനാണ്. ബുധനെ ഈ ധനുക്കൂറിൻ്റെ അധിപനായ വ്യാഴം ശത്രുവായിട്ട് കാണുന്നത്. അപ്പോൾ ശത്രുഗ്രഹം ഇപ്പോൾ ഇവർക്ക് 12-ാം ഭാവത്തിൽ നിൽക്കുന്നതും ദോഷം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പാപഗ്രഹമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു എന്താണ് പറയുന്നത്, ഒരു സമ്മിശ്രമായ അനുഭവങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ മിഥുനക്കൂറുകാർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ 5 എന്നുള്ളത് 6ലേക്ക് പോവുകയാണ്. സൂര്യൻ അവർക്ക് ഇപ്പോൾ 5 എന്നുള്ളത് 6ലേക്ക് പോകുമ്പോൾ ഒരു വലിയ മാറ്റം അവർക്ക് സംഭവിക്കാൻ പോവുകയാണ് കർക്കിടകക്കൂറുകാർക്ക്. 6-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സമ്പത്തും വിജയവും ശ്രേയസ്സും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് ഇനി വന്ന് ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ കടബാധകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ശത്രുതയൊന്നും ഇനി കാര്യമായി ഉണ്ടാകുന്നില്ല. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, ധനധാന്യ സമൃദ്ധി, പിതാവിൻ്റെ സ്നേഹം, അനുഗ്രഹം, അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ ഗുണഗണങ്ങൾ
നല്ല അനുഭവങ്ങൾ, ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസം സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി പോവും. ചന്ദ്രൻ 11 നിന്ന് 12 വരുന്നത് കൊണ്ടുള്ള ആ ഒരു സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ കർക്കിടകക്കുറുകാർക്ക് വന്നു ചേരും. അപ്പോൾ അത് ഒരു ഞായറാഴ്ച ഒരു 3 മണി വരെ നേട്ടമാണെങ്കിൽ 3 മണിക്ക് ശേഷം മോശമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ തിങ്കളാഴ്ച ദിവസം സൂര്യൻ അവർക്ക് 6-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് 6-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം മുതൽ അവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പോൾ കർക്കിടകക്കുറുകാരുടെ അനുഭവം വ്യക്തമായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവർക്ക് 5-ാം ഭാവത്തിൽ നിന്ന സൂര്യൻ ഇനിയിപ്പോൾ 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഞായറാഴ്ച ദിവസം സൂര്യൻ കാര്യമായി ഇവർക്കൊന്നും ചെയ്യുന്നില്ല, ദോഷത്തെയോ നേട്ടത്തെയോ ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ ധനുരാശിയിലേക്ക് 6-ാം ഭാവത്തിൽ വരുമ്പോൾ മുതൽ ഇവർക്ക് നേട്ടമാണ്. ഇപ്പോഴുള്ള പ്രതിസന്ധിയൊക്കെ അന്നേരം മാറും. ഇപ്പോൾ ഈ സൂര്യൻ 5-ാം ഭാവത്തിൽ നിന്ന സമയത്ത് കർക്കിടകക്കുറുകാർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുത്രദുഃഖം, പുത്രന്മാരെ ഓർത്ത് വേദനിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലപില കശപിശ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അതെല്ലാം മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്നിപ്പോൾ അവർ കരകയറാൻ പോവുകയാണ്. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികൻ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിച്ച സമയത്ത് ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള, നെഞ്ചിന് വേദന, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സൂര്യൻ 4-ാം ഭാവത്തിൽ കൂടി കടന്നു പോകുമ്പം ആ സൂര്യനെ ശത്രുവായ ശനി വീക്ഷിക്കുമ്പോൾ ആ സമയത്ത് ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗമൊക്കെ വരും. ഇപ്പോൾ ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനാണ്. അപ്പോൾ അതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഒരു 10-15 ദിവസം മുമ്പൊക്കെ ഈ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് വന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് അത്തരത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പലരും നെഞ്ചിന് വേദനയും ശ്വാസം മുട്ടലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്ന് ഇനിയിപ്പോൾ അവർക്ക് നല്ലൊരു അനുഭവം വരാൻ പോവുകയാണ്. അപ്പം ധനപരമായ നേട്ടവും സുഖാനുഭവങ്ങൾ വർദ്ധിക്കുക, ബന്ധുക്കളെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുക, ആരോഗ്യം മെച്ചമായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ ദോഷമെന്ന് പറയാൻ 5-ലെ സൂര്യൻ ചിലപ്പോൾ ബുദ്ധിക്ക് പരാജയം സംഭവിച്ചു, ചിലപ്പോൾ ബുദ്ധി കൊണ്ട് തോറ്റുപോകും, അല്ലെ ബുദ്ധി കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ചതിക്കേണ്ട സാഹചര്യം വരും. അത് സാഹചര്യങ്ങളുടെ പുറത്ത് അങ്ങനെയൊക്കെ വന്നു ചേരുന്നതാണ്. 5-ലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ കൂടുതൽ കൊടുക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ജനിച്ച സമയത്ത് ഈ സൂര്യൻ അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് ചതിയിലാകപ്പെടും. ജനിച്ച സമയത്ത് സൂര്യൻ ബലവാനാണെങ്കിൽ നമുക്ക് ബുദ്ധി വർദ്ധിക്കും, നമ്മൾ മറ്റുള്ളവരെ ചതിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു തരും. ഇത് പാപഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ അതിൻ്റെ ശുഭത്വം അല്ലല്ലോ നൽകുന്നത്, പാപഗ്രഹമല്ലേ. അപ്പോൾ ശുഭഗ്രഹമാണെങ്കിലാണ് ശുഭത്വം നൽകുന്നത്, പാപഗ്രഹമാണ് ചതി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. ഓരോ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും, പിന്നീട് അവരതോർത്ത് ദുഃഖിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇവരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ധനം, സുഖം, മറ്റു കാര്യങ്ങളൊക്കെ നേട്ടം തന്നെയാണ്. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ പുത്രന്മാരെ ചൊല്ലി ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം സൂര്യൻ കാര്യമായിട്ടൊന്നും ഇവരുടെ ജീവിതത്തിൽ സാധിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു രാശി വിടുന്ന സമയമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ ഇനിയും സൂര്യനെക്കുറാണ് ഒരു സമയമായിരുന്നു. നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ബലം, ഉത്സാഹം, സൗന്ദര്യം, പരാക്രമം, ത്യാഗം എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ആയിരുന്നു. 3-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ അത് ജാതകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ശോഭിക്കുമെങ്കിലും സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, അല്ലെങ്കിൽ സഹോദരനുമായിട്ട് ശത്രുതയൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ സഹോദരഭാവമാണ്, സുഹൃത്ത് ഭാവമാണ്. പക്ഷെങ്കിൽ അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്നത് കൊണ്ടാണ് വിഷയം. വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ അതേ സമയത്ത് 3-ാം ഭാവത്തിലൊരു ശുഭഗ്രഹമായിരുന്നെങ്കിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലേ അവരെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിച്ചേനെ. എന്നാൽ ഈ ശുഭഗ്രഹം അഷ്ടമത്തിൽ വന്നാലോ നേരെ തിരിച്ചാണ്. അഷ്ടമത്തിൽ വന്നാൽ ശുഭഗ്രഹമായാലും ദോഷം, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ കൊണ്ടുള്ള ദോഷം ഉണ്ടാകും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 3-ൽ ശനി നിന്നാൽ സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 3-ൽ ശുഭഗ്രഹം നിന്നാൽ സഹോദരന് നേട്ടം ഉണ്ടാകും. അപ്പോൾ അത് ഇവർക്കും ഗുണകരമാകും. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷ വ്യാഖ്യാനം.
അപ്പോൾ ഈ സൂര്യൻ 3 വിട്ട് 4ലേക്ക് പോകുമ്പോൾ ഇവർക്കാകെ പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സമയമാണ്. മാനസികമായും ശാരീരികമായൊക്കെ തളർച്ച വരാം. ഇപ്പോൾ ചന്ദ്രൻ ബലവാനാണ്. ഇനിയിപ്പോൾ ചന്ദ്രൻ പഞ്ചമി കഴിഞ്ഞ് പിന്നെ അമാവാസി വരെ കറുത്ത വർഷത്തിൽ കൂടിയാണ് പോകുന്നത്. കറുത്ത വർഷത്തിൽ കൂടി പോകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രൻ ബലമില്ലാതെ ശനിയുടെ അഷ്ടമത്തിൽ വരികയും, അപ്പോൾ ശനിയുടെ അഷ്ടമത്തിൽ വരുമ്പം അത് ശനിയുടെ അഷ്ടമത്തിൽ പറഞ്ഞാൽ അത്തം ഉത്രമുക്കാൽ അത്തം ചിത്തിര, ആ സമയത്ത് ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിൽ വരും. അപ്പം ചന്ദ്രന് ബലമില്ല. ആ സമയത്ത് ഈ സൂര്യൻ 4ാം ഭാവമായിട്ട് ധനുരാശിയിൽ നിൽക്കും. ആ സമയത്ത് കന്നിക്കൂറുകാർക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദ്രോഗങ്ങളൊക്കെ വരാൻ സമയമുണ്ട്. ആ സമയത്താണ് വരുന്നത്. സാഹചര്യം അങ്ങനെയാണ് വന്നു ചേരുന്നത്. അതായത് ശ്രദ്ധിക്കണം, ചന്ദ്രൻ ഇപ്പോൾ വെളുത്ത പക്ഷത്താണ്. ഇപ്പോൾ പൗർണമി കഴിഞ്ഞാൽ പിന്നെ പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന് ബലമില്ല. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ യാത്ര ചെയ്യുമ്പോൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നക്ഷത്രങ്ങളിൽ വരുമല്ലോ. അപ്പോൾ 2.25 ദിവസം വരും. ആ സമയത്ത് സൂര്യൻ 4ൽ നിൽക്കുകയും ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിൽ വരികയും ചെയ്യുമ്പോൾ ജാതകർക്ക് മരണം വരെ സംഭവിക്കാം. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ആ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അന്നേരം ആശുപത്രിയിലേക്ക് വിട്ടോണം. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പൊക്കണം ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു നെഞ്ചിന് ശ്വാസം മുട്ടലോ എന്തെങ്കിലും വന്നാൽ അന്നേരം തുടരെ ചുമയ്ക്കണം. ചുമ്മാതെ അങ്ങ് ചുമച്ചോണം. ഉണ്ടാക്കി ചുമയ്ക്കുക. ചുമയാണ് ഇതിനൊരു പരിഹാരം. ഉണ്ടാക്കി അങ്ങ് ചുമച്ചോണം. അപ്പോൾ അന്നേരം ഹോസ്പിറ്റലിൽ പോകുക. കാരണം ഇങ്ങനെയുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പം 4ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ഹൃദ്രോഗം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒന്നും ബലമില്ല. അപ്പോൾ ഈ ശനിയുടെ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിക്കുമ്പോൾ ദോഷം ചെയ്യും. അത് ഈ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ മോശമായൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ധനുരാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ പിതൃസ്വത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തൊക്കെ നാശം വരുവാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിന് നാശം വരുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മനോസുഖം ഉണ്ടാകത്തില്ലെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ പ്രതിസന്ധികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞായറാഴ്ച ദിവസം കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല. ഒരു സാധാരണ ജീവിതാനുഭവമായിട്ട് അങ്ങനെ കടന്നു പോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ധനുരാശിയിലേക്ക് പോകുമ്പോൾ മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് 3ാം ഭാവത്തിലേക്ക് സൂര്യൻ പോകുന്നു. 2ൽ നിൽക്കുന്ന സൂര്യൻ ഞായറാഴ്ച ദിവസം അവരെ കാര്യമായിട്ടൊന്നും ചെയ്യാതെ 3ാം ഭാവത്തിലേക്ക് കടന്നു പോകും. അപ്പം 3ാം ഭാവത്തിൽ നിന്നാൽ അവർക്ക് ബലം, ഉത്സാഹം, സൗന്ദര്യം, പരാക്രമം, ത്യാഗം, അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബലവാനായ സൂര്യനാണെങ്കിൽ, സൂര്യൻ ബലവാനാണല്ലോ, കാരണം ധനുരാശിയിലല്ലേ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ധനുരാശിയുടെ അധിപൻ വ്യാഴം സൂര്യനുമായിട്ട് ശത്രുതയൊന്നുമില്ല. അവർ ബന്ധുക്കളാണ്, സ്നേഹിതന്മാരാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സൂര്യന് ബലമുണ്ട്. അപ്പോൾ ഈ ബലമുള്ള സൂര്യനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയക്കാർക്ക് അവിടെ ശോഭിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ധനുമാസം. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 2ൽ നിന്നും 3ലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ 2ൽ നിന്നുകൊണ്ട് ഈ ഞായറാഴ്ച ദിവസം അവർക്ക് നേട്ടത്തെയോ കോട്ടത്തെയോ ഒന്നും കൊടുക്കത്തില്ല. ചിലപ്പോൾ തൊഴിലിടങ്ങളിൽ നിന്നുള്ള പ്രതിസന്ധി അവർക്ക് ഉണ്ടാകും, ചിലപ്പോൾ നേട്ടത്തെ കൊടുക്കും. കാരണം വ്യാഴം സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ദൃഷ്ടി ചെയ്യുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ നേട്ടത്തെ കൊടുക്കും, ചിലപ്പോൾ വലിയ ദോഷത്തെ കൊടുക്കാൻ സാധ്യതയില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തട്ടുകിടക്ക വരും. അപ്പോൾ നേട്ടവും കോട്ടവും ഒക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും അത് കാര്യമായിട്ട് വലിയ ബലത്തെ വരത്തില്ല. കാരണം സൂര്യൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ, ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് പോകുന്ന സമയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ധനുരാശിയിലേക്ക് പോകുമ്പോൾ വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇനിയിപ്പോൾ അവർക്ക് 2ാം ഭാവത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവർക്കിനി പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ധനപരമായ ബുദ്ധിമുട്ട്, വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി, അതുപോലെ തന്നെ അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. കുടുംബത്തിൽ കലഹമുണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാം.
അങ്ങനെ കലഹിക്കുന്ന സമയത്ത് ശത്രുക്കളെ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇനിയിപ്പോൾ വൃശ്ചികക്കുറുകാർ കടന്നു പോവുക. അപ്പോൾ സൂര്യൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കൊടുത്താലും അവർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 7ാം ഭാവത്തിലെ വ്യാഴം ഈ സൂര്യൻ്റെ 6ലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ സൂര്യന് വരാത്തത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാകും. അതേസമയത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ സൂര്യന് മേൽ പതിക്കുകയായിരുന്നെങ്കിൽ അവിടെ ഒരു തടസ്സം സൃഷ്ടിച്ച് പ്രതിസന്ധികളൊക്കെ മാറിപ്പോയേനെ. അപ്പോൾ വൃശ്ചികക്കുറുകാർക്ക് ഇനിയിപ്പോൾ അല്പം മോശമായ സമയമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഞായറാഴ്ച ദിവസം ഒരു സാധാരണ ജീവിതാനുഭവമായിട്ട് കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഞായറാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിലേക്ക് സൂര്യൻ കടന്നു വരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ജന്മഭാവത്തിലേക്ക് സൂര്യൻ വന്നാൽ അവർക്ക് അത്ര അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് കോപം വരാം, ചിലർക്ക് ഒന്നിലൊരു താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലർക്കൊക്കെ മറ്റുള്ളവരോട് ദയ കാണിക്കാനുള്ളൊരു മനസ്സ് തോന്നാത്തൊരു ദിവസമായിരിക്കും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിലർക്കൊക്കെ വലിയ നേട്ടങ്ങളാണ്. അതായത് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവം സൂര്യൻ്റെ ചിങ്ങൻ രാശി ആയിരുന്നെങ്കിൽ അവർക്ക് ധനുക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടമായിരുന്നു. പക്ഷേങ്കിൽ 9ാം ഭാവമാണ് സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശി. അപ്പോൾ ശത്രുതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തുണയ്ക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് അവർക്കൊരു നേട്ടം. കാരണം അവരുടെ ത്രികോണഭാവത്തിൻ്റെ അധിപനാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി, ഇപ്പം പിതാവുമായിട്ട് ശത്രുതയോ, തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസമോ, തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പാരയോ ശത്രുതയോ ഒക്കെ ഉണ്ടായാൽ പോലും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് അനുകൂലമായി സോൾവ് ചെയ്തു പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റ് പല പ്രതിസന്ധികളും അവർക്കുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഞായറാഴ്ച ദിവസം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ ഇപ്പോൾ പണിന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അഷ്ടമത്തിൻ്റെ അധിപൻ പണിന്ന് നിൽക്കുമ്പോൾ അത്ര നേട്ടം ഉണ്ടാകത്തില്ല. പക്ഷേങ്കിൽ അവിടെ ബുധനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് മകരക്കൂറുകാർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി നടന്നു പോകുന്നത്. അതേസമയത്ത് അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യൻ തന്നെയാണ് 11ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ 2 വിധത്തിലുള്ള അനുഭവങ്ങളെ കൊടുക്കും. നേട്ടവും കൊടുക്കും, കോട്ടവും കൊടുക്കും. ഒരു പാപഗ്രഹം എന്നുള്ള നിലയിൽ നേട്ടത്തെ കൊടുക്കും. എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ കൊടുക്കുന്ന അനുഗ്രഹം അല്ലെങ്കിൽ നേടിക്കൊടുക്കുന്ന ആ ഒരു വിജയം തന്നെത്താനെ തല്ലി തകർക്കുന്ന ബുദ്ധിപരമായ പരാജയം കൊടുത്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൊടുക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും സ്വന്തം ബുദ്ധിയും പ്രയത്നവും കൊണ്ട് അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായെന്ന് വിചാരിക്കുക. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ്? 11ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 12ാം ഭാവത്തിലൊരു പാപഗ്രഹമാണ്. ആ പാപഗ്രഹം ലാഭകരമായ അനുഭവത്തെ കൊടുക്കുന്നു. അങ്ങനെ ആ വ്യക്തി ഒരു അധികാര സ്ഥാനത്തെത്തുന്നു. എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യൻ എന്ത് കൊടുക്കുന്നു? ബുദ്ധിപരമായിട്ടുള്ള, സൂര്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഗ്രഹമാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാകുമ്പം ദോഷം ചെയ്യുന്ന ഭാവത്തിൻ്റെ അധിപനായിട്ട് സൂര്യൻ പ്രവർത്തിക്കുമ്പോൾ ഈ അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച് ഈ അധികാര സ്ഥാനത്തിൽ നിന്ന് ശത്രുതയോ കലഹമോ അവിടുന്ന് രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യത്തെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ പ്രവർത്തിക്കും. 11ാം ഭാവത്തിലൊരു പാപഗ്രഹം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും. അതേസമയത്ത് എന്ത് ചെയ്യും? അഷ്ടമത്തിൻ്റെ അധിപനായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. ഞാനൊരു ദിവസം ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ട്, ഞാനിപ്പോൾ വലിയ മാന്യനായിട്ടാണ് ജീവിക്കുന്നത്, പക്ഷേ എൻ്റെ ഒറിജിനൽ സ്വഭാവം ഇറക്കരുത്. എൻ്റെ ഒറിജിനൽ സ്വഭാവം എന്താണ്? ഞാൻ വെറും ചട്ടമ്പിയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ 2 സ്വഭാവത്തെ കാണിക്കും. അപ്പോൾ ഉള്ളിൽ ചട്ടമ്പിത്തരമുണ്ട്, എങ്കിലും പുറകെ മാന്യമായിട്ട് കാണിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നാച്ചുറലായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലായിരുന്നു. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞ പോലെ സൂര്യനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലർക്കും ഓരോ അധികാര സ്ഥാനത്ത് ഒക്കെ വരുമ്പോൾ അവിടെ ആക്ഷേപം, അവർക്കെതിരെ പരാതി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർ അധികാര സ്ഥാനത്ത് ശോഭിക്കാതെ അവരവിടുന്ന് നിരാശപ്പെട്ട് ആ സ്ഥാനം വിട്ടൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയം. ഇപ്പോൾ ഞായറാഴ്ച ദിവസം സൂര്യൻ ഇവർക്കൊന്നും ദോഷമായിട്ട് ചെയ്യാനില്ല. സൂര്യൻ അവിടുന്ന് രാശി മാറുകയായതുകൊണ്ട് ഒരു സാധാരണ ജീവിതത്തിൽ കൂടി പോകും. എങ്കിലും സൂര്യൻ തൊഴിലിൻ്റെ കാരകഗ്രഹമായതുകൊണ്ട്
തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുക. ബുദ്ധിപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും പരാജയപ്പെട്ടു പോവുക. അപ്പോൾ ഇനിയിപ്പോൾ സൂര്യൻ 12ലേക്കാണ് കടന്നു വരിക. അപ്പം ധനുമാസം 1-ാം തീയതി മുതൽ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു മാസമാണ് വന്നു ചേരുക. അപ്പോൾ കണ്ണിന് ഏതെങ്കിലും വിധത്തിലുള്ള വൈകല്യം സംഭവിക്കാനിടയുണ്ട്. പുത്രന്മാരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ആവർത്തനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം, മകരക്കുറുകാർ സൂക്ഷിക്കണം. ജനിച്ച സമയത്ത് ഈ സൂര്യൻ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ധനുമാസം 12 നിൽക്കുന്ന സൂര്യൻ്റെ സമയമാണ്, സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ സൂര്യൻ 12ലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. ഞായറാഴ്ച ദിവസം കാര്യമായിട്ടുള്ള പ്രതിസന്ധി ഒന്നും വരാതെ അങ്ങ് പോയാൽ പോലും പിന്നെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇനി മുമ്പിലുള്ളത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ വെച്ച് സൂക്ഷിക്കണം. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് 10ൽ നിന്ന സൂര്യൻ ഇനിയിപ്പോൾ സൂര്യൻ 10ാം ഭാവം വിട്ട് 12ാം ഭാവത്തിലേക്ക് വരികയാണ്. സൂര്യൻ 10ൽ നിന്നാലും വലിയ ദോഷത്തെ ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 11ലേക്ക് ഈ സൂര്യൻ വരുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല. 12ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ ജാതകരെ സംബന്ധിച്ച് ധനം, കീർത്തി, പ്രശസ്തി, ഉദ്യോഗത്തിൽ നേട്ടം, സമുദായത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അധികാര സ്ഥാനത്ത് എത്തുക, അങ്ങനെയുള്ള ഒരുപാട് നേട്ടം ഇവർക്ക് കൊടുക്കുന്നതാണ്. പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി വരുന്നൊരു സമയമാണ് ധനുമാസം മുതൽ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം വൃശ്ചികം 30 കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല. സാധാരണ ഒരു ജീവിതാനുഭവം പോലെ പോകും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ് ധനുമാസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 9ൽ നിന്ന് 10ലേക്കാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാ പ്രവർത്തികളിലും വിജയിക്കുകയും കീർത്തിയും പിതൃസ്വത്തൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ വന്നു ചേരും. ഏത് കാര്യവും ഏറ്റെടുക്കുന്ന കാര്യവും പൂർത്തീകരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഔഷധ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. മെഡിക്കൽ മേഖലകളിലൊക്കെ, ആരോഗ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടമുള്ളൊരു സമയമാണ്. ധനസ്ഥിതി മെച്ചപ്പെടും. തേജസ്സും ഓജസ്സും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. കാരണം അവർക്ക് ധനുരാശിയിലാണ്. ഇപ്പം മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ്, ധനുരാശിയുടെ അധിപനും വ്യാഴമാണ്. അപ്പോൾ അവർക്ക് അത് നേട്ടമാണ്. മീനക്കുറുകാരെ സംബന്ധിച്ച് സൂര്യൻ ധനുരാശിയിലേക്ക് വന്ന് നിൽക്കുന്നത്, 10ാം ഭാവത്തിൽ നിൽക്കുന്നതും വളരെ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 9ൽ നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളോ ദോഷങ്ങളോ ഒന്നും ഞായറാഴ്ച ദിവസം വന്നു ചേരാതെ ഒരു സാധാരണ ദിവസമായിട്ട് അങ്ങ് പോകും. തിങ്കളാഴ്ച മുതൽ അവർക്കൊരു മാറ്റം വരാൻ പോവുകയാണ്. അവർക്ക് 10ാം ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ധനുമാസം അവർക്ക് വളരെ അനുകൂലമായൊരു മാസമായി വരും. ഞായറാഴ്ച ദിവസം ഒരു പിതാവുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ അത് നല്ല അനുഭവങ്ങൾ തന്നെ. ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി തന്നെ പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ഗ്രഹം ഇങ്ങനെ മാറുന്ന സമയമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കുന്ന സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസംബർ മാസം 31-ാം തീയതി നടക്കുന്ന സർവേശ്വര്യ പൂജയിൽ പ്രിയപ്പെട്ടവർ പങ്കെടുക്കണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണ്. ഞാനൊരു 100 കുടുംബങ്ങളെയാണ്, 101 കുടുംബങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. മഹാദേവൻ തരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ ആർക്കും എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി ചേരണം. ചിലരൊക്കെ പറയും 1000 രൂപയ്ക്ക് എന്തിനാണ് തിരുമേനിയുടെ 1000 രൂപ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ പുള്ളിയുടെ 1000 കൊടുക്കുന്നത് എന്തിനാണ്, ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ പോരെ, അല്ലെ അങ്ങനെ പോരെ, ഇങ്ങനെ പോരെ എന്നുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ മനുഷ്യനല്ലേ, എല്ലാവരിലും ഉണ്ടാകാം. പക്ഷെങ്കിൽ മഹാദേവനെ വിശ്വസിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു 100 പേരെങ്കിലും ഇതിൽ പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു മഹാഭാഗ്യമാണ്. ഈ ഭൂമിയിലുള്ള ഈ ജീവിതത്തിൽ ഒരു 100 കുടുംബങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, തീർച്ചയായിട്ടും ചേരണം, അല്ലെങ്കിൽ ഈ സർവേശ്വരി പൂജയ്ക്ക് ചേരണം എന്ന് പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.